നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം കുറേ നാൾ യൂസ് ചെയ്യാതെ ഇടുകയാണെങ്കിൽ, ഏകദേശം ഒരു 6 മാസത്തോളം യൂസ് ചെയ്യാതെ ഇടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അബു താഹിറാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, നമ്മൾ വണ്ടി ഒരു 6 മാസം നിർത്തി ഇടുകയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്? പ്ലീസ് എക്സ്പ്ലെയിൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല മെയിനായിട്ട്. പക്ഷേ ഫസ്റ്റ് കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിടുക എന്നുള്ളത് തന്നെ. കാരണം 6 മാസം ആ ഒരു ബാറ്ററി അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതായിരിക്കും. വാഹനത്തിൻ്റെ ബാറ്ററി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഏകദേശം ഓരോ ശതമാനം വെച്ച് ബാറ്ററി ഡൗൺ ആകും. അതുകൊണ്ട് ബാറ്ററി കഴിവതും ഡിസ്കണക്ട് ചെയ്തിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ടയറിൻ്റെ പ്രഷർ ഒരുപാട് കുറയ്ക്കാതെ കറക്റ്റ് ടയർ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്ക് 4 ടയറിലും ഫില്ല് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനം സർവീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് സർവീസ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത മാറ്റിവെച്ച് സർവീസിങ് പൂർത്തിയാക്കിയതിന് ശേഷം പോകാൻ ശ്രമിക്കുക. അതായത് പഴയ എഞ്ചിൻ ഓയിലാണ്, പഴയ കൂളൻ്റാണ്, പഴയ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യാൻ നോക്കുക. അതായത് ഇനിയിപ്പോൾ 1 മാസം കൂടെ ഉണ്ട് സർവീസിന്, ഞാൻ ഏതായാലും പോയി ഒരു 6 മാസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ പറയുന്ന പോലെ ബ്രേക്ക് ഫ്ലൂയിഡിനകത്ത് വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസസും കാര്യങ്ങളൊക്കെ റസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എഞ്ചിൻ ഓയിലാണെങ്കിലും കാർബൺ ഡെപ്പോസിറ്റ് അതിനകത്ത് കൂടുതലുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം സ്ലഡ്ജ് പോലെ പിടിച്ചിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കൂളൻ്റ് ആണെങ്കിൽ പോലും കൂളൻ്റ് അവിടെ ഇരുന്ന് എവിടെയെങ്കിലുമൊക്കെ ഹാർഡായി പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഫ്ലൂയിഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾ മാറി വിടാൻ ശ്രമിക്കുക. ഇൻക്ലൂഡിങ് എയർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ. എയർ ഫിൽറ്റർ അഴിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ചപ്പ് ചവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ് പുതിയ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മെയിനായിട്ട് ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞാൽ ഊരി പുറത്തോട്ട് വയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2 ടെർമിനൽസും പോസിറ്റീവും നെഗറ്റീവും ഊരി പുറത്തോട്ട്, അതായത് ഒരു സൈഡിലോട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിലൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യവും വേണ്ട, ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇടാനൊന്ന് പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ആഴ്ചയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിനായിട്ടൊന്ന് നോക്കുക. പിന്നെ ഫ്യൂവലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഫ്യൂവൽ കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്തിടാമെങ്കിൽ നല്ലതായിരിക്കും. പുതിയ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ഒരു കുറച്ചെങ്കിലും ഫ്യൂവൽ അതിനകത്ത് വേണം. ഫ്യൂവൽ ഒട്ടും ഇല്ലാതിരിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിനായിട്ടൊന്ന് നോക്കി ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള, വാഹനം പാർക്ക് ചെയ്ത് വെച്ചും പോകുന്ന സ്ഥലം അത് സേഫ് ആണെന്ന് കൺഫേം ആയിക്കണം. കാരണം എലി കയറുന്ന സ്ഥലമോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലത്താണ് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ പോവശ്യം വരുമ്പോൾ ഏകദേശം എല്ലാം കൊണ്ടൊരു തീരുമാനമാകും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ടയർ അഴിച്ചു വെച്ചും പോയെങ്കിൽ നല്ലതാണ്. പക്ഷേ ഒരു കാരണവശാലും ഞാനത് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം വന്ന് കഴിയുമ്പോഴും പോകുന്ന സമയത്തും എത്രത്തോളം സേഫായിട്ട് നമ്മുടെ വാഹനം ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ടയർ അഴിച്ചു വെക്കാൻ ഞാൻ പറയത്തില്ല. വന്നു കഴിഞ്ഞാൽ 6 മാസം കൂടുന്നതോറും വരികയാണെങ്കിൽ 6 മാസത്തിലൊന്ന് ഈ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് ലോങ്ങ് പോകുമല്ലോ, വാഹനം സ്റ്റാർട്ട് ചെയ്തൊരു 15 മിനിറ്റെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം പതുക്കെ പുറത്തോട്ട് എടുക്കുക. ഉടനെ സ്പീഡിൽ ഓടിക്കരുത്. കുറച്ച് ചെറിയൊരു സ്പീഡിൽ പോയി, അതായത് ഏകദേശം ഓരോ ഗിയേഴ്സും പതുക്കെ ചെറിയ ഗ്രാജുവലായിട്ടുള്ള സ്പീഡിൽ മാറ്റി ഓടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടെ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടോളാം.